കേരളത്തിൽ എന്തായാലും വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടാ. ₹100ക്ക് ഇങ്ങനത്തെ ഒരു ഉണ്ടാവും. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടേ ഇല്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ആ സമയത്ത് ഒരു ബർഗർ കഴിക്കാനുള്ള വല്ലാത്തൊരു ക്രേവിങ്. ഇനി പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പോട്ടിൽ പിന്നെ ഈ ഫുഡ് കഴിക്കാൻ കയറിയേ. അതിലും വരുന്ന ടൈപ്പ് ഫലൂദയൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ഒന്നുമില്ല. നട്ട്സ് ഉണ്ട്, 3 സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട്, ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള വല്ലാത്തൊരു പൂതി. കേരളത്തിൽ എന്തായാലും വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടാ. ₹100ക്ക് ഇങ്ങനത്തെ ഒരു ഊണ്. പായസവും, മോരും, ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ മീൻ പൊരിച്ചത്, പിന്നെ മീൻകറിയും, സാമ്പാറും, കൂട്ടുകറിയും, പച്ചടിയും, വറവും എല്ലാം ഉള്ളൊരു ഊണ്. പപ്പടവും ഉണ്ട്. ഇത് ബുഫേ ആണ്. പക്ഷേ ചിക്കൻ ഫ്രൈ ഒന്നും എക്സ്ട്രാ പിന്നെ കിട്ടൂല. പായസവും ഫിഷ് കറിയിലുള്ള കഷ്ണമെല്ലാം എത്ര വേണ്ടെങ്കിലും കിട്ടും. ₹100 മാത്രം കൊടുത്താൽ മതി. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലേനു കേട്ടാ. ഇവിടെ ₹100ക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. എൻ്റെ ഒരു ഫ്രണ്ടാണ് അന്നേം കൂട്ടിയിട്ട് ഇവിടെ പോയത് ഉച്ചക്ക്. കറിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. സാമ്പാറും മീൻകറിയെല്ലാം ഉഷാറേനും പപ്പടെല്ലാം എത്ര വേണ്ടെങ്കിലും കിട്ടും. മമ്പയറിൻ്റെ കൂട്ടുകറിയെല്ലാം എനിക്കിഷ്ടപ്പെട്ടിന്. പിന്നെ ചിക്കൻ ഫ്രൈയെല്ലാം സെറ്റേനു. അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ കാൾടെക്സിനടുത്ത് റെപ്കോ ഇല്ലേ? റെപ്കോൻ്റെ അടുത്തുള്ളതാ ഈ സൂര്യ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഈ ഈ ഹോട്ടലാ. ₹100 ടാക്സ് അടക്കണേ. അതായത് പിന്നെ ടാക്സ് എന്ന് പറഞ്ഞിട്ട് വേറെ പൈസയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട ആടെ. പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കണ്ണൂർ ടൗണിൽ തന്നെ. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം സമയം ഒരു 3:20 ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടേ ഇല്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ആ സമയത്ത് ഒരു ബർഗർ കഴിക്കാനുള്ള വല്ലാത്തൊരു ക്രേവിങ്. ഇതുവരെ കഴിക്കാത്തൊരു സ്പോട്ടിൽ തന്നെ കയറിക്കളിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ പോവാത്തൊരു സ്പോട്ടിൽ തന്നെ അങ്ങോട്ട് കയറി. ഇവിടെ ഇവരുടെ ഒരു സിഗ്നേച്ചർ ബർഗർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ സിംഗർ ബർഗർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ചീസും സിംഗർ ചിക്കൻ്റെ അത്യാവശ്യം നല്ല വലിയ പീസെല്ലാം വരുന്ന ഇവരെ സിഗ്നേച്ചർ മയോണൈസ് നോർമൽ മയോണൈസെല്ലാം ആക്കിയിട്ടുള്ള ഒരു സിംഗർ ചിക്കൻ ബർഗർ. ₹170 ഈ ഒരു സിംഗർ ചിക്കൻ ബർഗറിൻ്റെ റേറ്റ് വരുന്നത്. ചില സ്ഥലത്തുനിന്ന് സിംഗർ ചിക്കൻ ബർഗറെല്ലാം കഴിക്കുമ്പോൾ ആ ക്രംസ് ഇല്ല, അതായത് ചിക്കൻ്റെ പുറത്തുള്ള ആ കോട്ടിങ് ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇവിടെ ചിക്കൻ ഓരോ ബൈറ്റിലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ ബാങ്ക് റോഡിൽ മഹാറാണി ജ്വല്ലറി ഇല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഗ്രാൻഡ് മാർക്കറ്റിംഗ് സെൻറ്ററിനകത്ത് മലബാർ ത്രെഡ് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ കാണുന്ന ഹൈഡ് ഔട്ട് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയൊരു കഫേയാണ്. അവിടുന്ന് ആ ബർഗർ കഴിച്ചിറങ്ങിയ ഞാൻ പിന്നീട് നേരെ പോയത് തലശ്ശേരിയിലേക്കാണ്. ഒരു സാധനം കൊടുക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ആ സാധനം കൊടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പോട്ടിൽ പിന്നെ ഈ ഫുഡ് കഴിക്കാൻ കയറിയേ. അവിടുന്ന് ഞാൻ കാര്യമായിട്ട് ഓർഡർ ചെയ്തത് 2 ഐറ്റംസാണ്. ഒന്ന് അവിടുത്തെ മുഷാക്കൽ ചിക്കനും പിന്നെ അവിടുത്തെ ലഹം കബാബും. മുഷാക്കൽ ചിക്കനിൽ വരുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിക്കൻ കബാബ്സാണ്. അതിൻ്റെ കൂടെ ഒരു ബ്രെഡും ഉണ്ട്, പിന്നെ ഹമ്മൂസും ഉണ്ട്, പിന്നെ കുറച്ച് പിക്കിളും ഉണ്ട്, പിന്നെ ഒരു മിൻ ചട്നിയും ഉണ്ട്. ചിക്കൻ ഷീഖ് കബാബ് ഈ ഹമ്മൂസിൽ മുക്കിയിട്ട് കഴിച്ചു നോക്കി. പിന്നെ ഈ മലായി ഇല്ലേ, ചിക്കൻ മലായി ചിക്കൻ ഇല്ലേ, അത് കഴിച്ചു നോക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. ഒന്നും പറയാനൊന്നുമില്ല. ഫ്ലേവറിലെ ശരിക്കും ഉള്ളിൽ ഇവർ എത്തിയിട്ടെല്ലാം ഉണ്ട്. ഇത് ലഹമാണ്. ലഹം അതായത് മട്ടൺ. ഈ ലഹം കബാബിൻ്റെ കൂടെ ഒരു സൈഡിൽ മുത്തബലും വരുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ ഹമ്മൂസും വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഇവരുടെ ഒരു കസർമുഷ് എന്ന് പറഞ്ഞൊരു ബ്രെഡും വാങ്ങിച്ചിന്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ചിക്കൻ കബാബായാലും ഈ ലഹമായാലും സാധനം ഭയങ്കര ജ്യൂസി ആയിരുന്നില്ല കേട്ടോ. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു 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 ടെക്സ്ചർ ഉണ്ടല്ലോ, അത് നല്ലപോലെ ലാക്കിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ തൈരെല്ലാം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാനുണ്ട് എന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തലശ്ശേരിയിലുള്ള കെപ്ക്യൂ എന്ന് പറഞ്ഞ സ്പോട്ടാണ്. പിന്നെ ഞാൻ വീണ്ടും രാത്രി കണ്ണൂരേക്ക് തന്നെ തിരിച്ചു പോയിന്. പക്ഷേ ഇത് ഞാൻ രാത്രി കണ്ണൂരിൽ നിന്ന് കഴിച്ച ഫുഡല്ല. അന്നേ ദിവസം തന്നെ രാവിലെ, അതായത് ഏകദേശം ഒരു 11 മണി സമയത്ത് കഴിച്ചൊരു ഫുഡാണ്. ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ സിറ്റി സെൻറ്ററിനടുത്താണ്. ഒരു പുതിയ സ്പോട്ടാണ്. ജിഗർദണ്ഡ ഇല്ലേ, ജിഗർദണ്ഡ. അത് കണ്ണൂർ ആദ്യമായിട്ട് വെക്കുന്ന ഒരു സ്പോട്ടാണ്, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ 3 ഐറ്റംസാ ഉള്ളത്. ഒന്ന് ജിഗർദണ്ഡ, ഒന്ന് അതേ ഫാമിലിയിൽ നിന്ന് തന്നെ വരുന്ന ബാസുന്തി എന്ന് പറഞ്ഞ ഒരു ഐറ്റം, പിന്നെ ഇവരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫലൂദയും. ഇതാണ് ജിഗർദണ്ഡ എന്ന് പറഞ്ഞ ആ സാധനം. മധുരൈ സ്പെഷ്യൽ ഐറ്റം. നമ്മളെ പാലടയിലില്ലേ, പാലടയെല്ലാം കുറച്ചും കൂടെ ഒന്ന് കുറുക്കി എടുത്തിട്ട് തണുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക? ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിത് ഒരുപാട് പ്രാവശ്യം കഴിച്ച ഒരു ഐറ്റം ഒന്നുമല്ല. ആകെ 3 പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം കോയമ്പത്തൂരിൽ നിന്ന് കഴിച്ചിന്, ഒരു പ്രാവശ്യം ചെന്നൈയിൽ നിന്ന് കഴിച്ചിന്, ഒരു പ്രാവശ്യം ഇതിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള മധുരയിൽ നിന്നും കഴിച്ചിന്. പിന്നെ ഒരു പ്രാവശ്യം കൊച്ചിയിൽ നിന്നും കഴിച്ചിന്. ഇവിടുത്തെ ഈ ജിഗർദണ്ഡ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റെല്ലാം ഉണ്ട്. പക്ഷേ സാധാരണ ഞാൻ ഇതിനു മുമ്പ് കഴിച്ചതിനേക്കാളും കുറച്ചും കൂടി ഒരു വാട്ടറി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ അങ്ങനെ ജിഗർദണ്ഡയും ബാസുന്തിയെല്ലാം കഴിച്ച ശേഷം പിന്നെ ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഫേമസ് ഫലൂദ ഓർഡർ ചെയ്തു. ₹140 ഈ ഫലൂദേൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ റേറ്റ്. ഇത് നമ്മളെ സാധാരണ കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ മലബാറിൽ നിന്നെല്ലാം കഴിക്കുന്ന പോലത്തെ മറ്റേ കുറേ ഫ്രൂട്ട്സും നട്ട്സെല്ലാം വരുന്ന ടൈപ്പ് ഫലൂദയൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ഒന്നുമില്ല. നട്ട്സ് ഉണ്ട്, 3 സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട്, ജെല്ലി ഉണ്ട്, പിന്നെ ഇതുണ്ട്, സേമിയ ഉണ്ട്, പിന്നെ കുറച്ച് സോസും. ഇവരെ സ്വന്തം ഐസ്ക്രീം തന്നെയാണ് കേട്ടോ ഇവർ ഫലൂദയിലെല്ലാം യൂസ് ചെയ്യുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ഐസ്ക്രീമെല്ലാം വരുന്ന ഫലൂദ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ ഫലൂദ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ ഫോർട്ട് റോഡിൽ സിറ്റി സെൻറ്ററിൻ്റെ ബാക്ക് സൈഡിൽ അബ്ദാദ് ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള മധുരൈ
ഫേമസ് ജിഗർദണ്ഡ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്പോട്ടാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അന്നേ ദിവസം വൈകുന്നേരം തലശ്ശേരിയിൽ നിന്ന് കബാബെല്ലാം കഴിച്ചിട്ട് നേരെ പോയത് നമ്മളെ കണ്ണൂർ ടൗണിലേക്കാണെന്ന് പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് ഞാനൊരു സ്പോട്ടിൽ ഫുഡ് കഴിക്കാൻ പോയിനേനു. ഇത് പയ്യാമ്പലം ബീച്ചാണ്. പയ്യാമ്പലം ബീച്ചിൻ്റെ അങ്ങേ അറ്റത്തുള്ള നീർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ ഒരു ചെറിയൊരു കൗണ്ടറായിട്ടേ. അവിടെ നല്ല ചറുമുറു കൂട്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടി പോയതാ. ഇവിടുന്നൊരു നോർമൽ ഡബിൾ ബുൾസൈ ചറുമുറുവാണ് ഞാൻ ആദ്യം കഴിച്ചത്. ₹80 അതിന് റേറ്റ് വരുന്നത്. അതിന് ശേഷം 10 പീസ് വരുന്ന, അതായത് 10 എണ്ണം വരുന്ന ഒരു കാടമുട്ടേൻ്റെ പ്ലേറ്റും കഴിച്ചിന്. ഒരു പ്ലേറ്റ് കാടമുട്ടേൻ്റെ റേറ്റ് വരുന്നത് ₹60 ആണ്. ഇത് ഇവിടുത്തെ വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. പഴംപൊരി ഇങ്ങനെ നടുക്കുന്ന് കീറിയിട്ട് അതിൻ്റെ നടുവിൽ ബീഫും കുറച്ച് ഉള്ളിയെല്ലാം വെച്ചിട്ടുള്ള ഒരു ഐറ്റം. ഭയങ്കര ടേസ്റ്റാണ് ഇത്. പിന്നെ ഇവരെ സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് കാസർഗോഡൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കല്ലുമ്മക്കായും കഴിച്ചിന്. പിന്നെ ഒരു സൂപ്പും ഉണ്ട്, ഒരു മട്ടൺ സൂപ്പില്ലേ, കുടിച്ചാൽ അങ്ങ് ചാർജ് ആവുന്ന ടൈപ്പ് ഒരു നാടൻ ടൈപ്പ് സൂപ്പ്, അതും കുടിച്ചിനെ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് പയ്യാമ്പലം ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീർക്കടവെത്തും. നീർക്കടവ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ചുവപ്പ് കളറിലുള്ള ചൗസ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയാണ്. അത് കഴിച്ച് കഴിഞ്ഞ് എന്നിട്ട് പയ്യാമ്പലം ബീച്ചിലൂടെയൊന്ന് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്നൊരു സിംഗിൾ ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള വല്ലാത്തൊരു പൂതി. നമ്മൾ പഴയ സ്ഥിരം പോകുന്നൊരു സ്പോട്ടുണ്ട്, നമ്മളെ കണ്ണൂർ മുനീശ്വരൻ കോവിലിനടുത്തുള്ള നമ്മളെ കൂൾ ലാൻഡില്ലേ, നേരെ അങ്ങോട്ട് വിട്ടിട്ട് അവിടുന്ന് ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞ് ലെഗ് പീസ് വേണ്ട. എന്നിട്ട് ആ ചിക്കൻ പീസ് ഈ ബിരിയാണി റൈസിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് കുഴച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങിയേ.